بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തിന്മകൾ ചെയ്തുകൊണ്ടും റജാവ് വെക്കുന്ന, പ്രതീക്ഷ വെക്കുന്ന ആളുകളുടെ അപകടവും അവർ പറയാറുള്ള പല വാദങ്ങളുമാണ് പറഞ്ഞത്. അടുത്ത ഫസ്ലിൽ പറയുന്നത് ബൈന അഫ്വില്ലാഹി വ അംരിഹി, അള്ളാഹുവിൻ്റെ അഫ് അഥവാ അള്ളാഹു പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പൊറുക്കുന്നവനാണ് എന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധനങ്ങളും ഏതൊക്കെ തരത്തിലാണ് വന്നിട്ടുള്ളത്. അഥവാ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ് അള്ളാഹു, പക്ഷേ അതേ അള്ളാഹു എന്തുമാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വകസീറും മിനൽ ജുഹാൽ اعتمدوا على رحمة الله وعفوه وكرمه. ധാരാളം വിഡ്ഢികൾ അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലുമെല്ലാം പ്രതീക്ഷ വെക്കും, ആശ്രയിക്കും. വദയ്യഉ അംറഹു വനഹ്യഹു, എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധനങ്ങളും അവർ പാഴാക്കുകയും ചെയ്യും. വനസു അന്നഹു ഷദീദുൽ ഇഖാബ്, അവർ മറന്നുപോകുന്നു അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. വഅന്നഹു ലാ യുറദ്ദു ബഅസുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ, തെമ്മാടികളായ ആളുകളിൽ നിന്ന് ശിക്ഷ അള്ളാഹു ഒഴിവാക്കുകയില്ല എന്നവർ മനസ്സിലാക്കുന്നില്ല. വമൻ ഇഅ്തമദ അലൽ അഫ്വി മഅൽ ഇസ്റാരി അലൽ ദംബി ഫഹുവൽ കൽ മുആനിദ്, ഒരാൾ തിന്മയിൽ തുടർന്നുകൊണ്ട്, അവൻ തിന്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അഫ്വിൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, പാപമോചനത്തിൽ പ്രതീക്ഷ വെക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ എതിർത്ത് നിൽക്കുന്നവന് തുല്യമാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച് നിൽക്കുന്നവന് തുല്യമാണ്. ഖാല മഅറൂഫുൻ, സലഫുകളിൽപ്പെട്ട മഅറൂഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു, റജാഉക ലിറഹ്മതിഹി റഹ്മതി മൻ ലാ തുതീഉഹു മിനൽ ഖുസ്ലാൻ വൽ ഹുമഖ്, അള്ളാഹുവിനെ അനുസരിക്കാതെ അവന്റെ മേലെ പ്രതീക്ഷ വെക്കുന്ന എന്നത് അത് വിഡ്ഢിത്തമാണ്, പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞു. വഖാല ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മൻ ഖത്അ ഉദ്വൻ മിൻക ഫിദ് ദുനിയ ബിസരിഖതി 3 ദറാഹിം, 3 ദിർഹം കട്ടെടുത്ത് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ ഒരു അവയവം അഥവാ കൈ വെട്ടിക്കളയണമെന്ന് കൽപ്പിച്ചവൻ, ലാ തഅ്മൻ അൻ തകൂന ഉഖൂബതുഹു ഫിൽ ആഖിറതി അലാ നഹ്വി മിൻ ഹാദാ, അവന്റെ പരലോകത്തെ ശിക്ഷ ഇതിനേക്കാൾ നിസ്സാരമായിരിക്കും, കുറവായിരിക്കും എന്ന് നീ സുരക്ഷിതനാവണ്ട. അതായത് കട്ടെടുത്താൽ വളരെ ചെറിയൊരു അളവാണ്, ഒരു ദീനാറിന്റെ 4-1 അല്ലെങ്കിൽ 6-1 അല്ലെങ്കിൽ 3 ദിർഹം എന്ന് പറയുന്ന അത് കട്ടെടുത്ത് കഴിഞ്ഞാൽ അവന്റെ മേലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ, അമീറിന്റെ കീഴിലുള്ള നടപടി എന്താണ്, അവന്റെ കൈപ്പത്തി മുറിച്ചു കളയലാണ്. അപ്പൊ അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കുന്ന, ദുനിയാവിൽ നടപ്പിലാക്കിയ അള്ളാഹുവിന്റെ പരലോകത്തെ ശിക്ഷ നിസ്സാരമാവുകയില്ല. വഖീല ലിൽ ഹസൻ, ഹസൻ ബസ്രിയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നറാക ത്വീലൽ ബുക്കാ, ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ധാരാളം കരയുന്നവനായിട്ടാണല്ലോ. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖാഫു അയ്യത്റഹനി ഫിന്നാർ വലാ യുബാലി, ഞാൻ ഭയപ്പെടുന്നു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയും, ഒരു പരിഗണനയുമില്ലാതെ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു. വകാന യഖൂൽ, അതുപോലെ തന്നെ അദ്ദേഹം പറയാറുണ്ട്, ഇന്ന ഖൗമൻ അൽഹതുഹും അമാനിയുൽ മഗ്ഫിറ ഹത്താ ഖറജു മിനദ് ദുനിയ ബിഗൈരി തൗബത്തിൻ, ചില ആളുകളുണ്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനത്തിൽ വ്യാമോഹങ്ങൾ വെച്ചുകൊണ്ട് തൗബയില്ലാതെ ദുനിയാവിൽ നിന്ന് അവരെന്തു ചെയ്യും, വിട്ടുപോകും അഥവാ മരിച്ചു പോകും. യഖൂലു അഹദുഹും, അവർ പറയും, ലഅന്നി ഉഹസ്സിനു ദന്ന ബിറബ്ബി, ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് നല്ല ചിന്തയാണ് വെച്ചിട്ടുള്ളത്. വകദബ, അവൻ കളവാണ് പറഞ്ഞത്. വലൗ അഹ്സന ദന്ന ലഅഹ്സനൽ അമൽ, അവൻ അവന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ കർമ്മവും നന്നാകുമായിരുന്നു. മറ്റൊരു അസറിൽ കാണാം, വസഅല റജുലുൻ അൽ ഹസന, ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഒരാൾ ചോദിച്ചു, യാ അബാ സഈദ് കൈഫ നസ്നഉ ബിമുജാലസതി അഖ്വാമിൻ യുഖവ്വിഫൂനനാ ഹത്താ തകാദ ഖുലൂബുനാ തതീർ, ഒരു കൂട്ടം ആളുകളുണ്ട്,
അവരോടൊപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ അവർ ഞങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി ഞങ്ങളുടെ കൽബ് പാറിപ്പോകുമാറ് പേടിപ്പിക്കുന്ന അവസ്ഥയിൽ അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരോടൊപ്പം ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു. فقال أبو حسن البصري رحمه الله പറഞ്ഞു والله لأن تصحب أقواما يخوفونك حتى تدرك أمنا خير لك من أن تصحب أقواما يؤمنونك حتى تلحقك المخاوف. നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിർഭയമായ ഒരു അവസ്ഥയിൽ നിങ്ങളെ എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് നിർഭയത്വം പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല അള്ളാഹ് പുറത്തു വരുന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ ഉത്തമൻ എന്ന് പറയാം. അതായത് റജാ, പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് അള്ളാഹുവിന്റെ റജായിൽ അവർക്ക് പ്രതീക്ഷ കൂടുകയും അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ അവർക്ക് കുറവ് സംഭവിക്കുകയും ചെയ്യുക. രണ്ടും ഒരേപോലെയാണ് വേണ്ടത്. ഇത് രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കണം. ഇത് ഇനി ഭയം കൂടിയിട്ട് പ്രതീക്ഷ കുറയാൻ പറ്റുമോ? അതും പറ്റില്ല. അത് കാഫിര്യങ്ങളുടെ ലക്ഷണമാണ്. രണ്ടും ഒരുപോലെ കൊണ്ടാവാൻ പറ്റണം. അപ്പൊ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇനി പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ഇനി കുറച്ച് പറയുന്നത്. കാരണം പ്രതീക്ഷയിൽ ആശ്രയിച്ച് തിന്മകൾ ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു താക്കീതായിക്കൊണ്ട് വഖദ് സബത ഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, മിൻ ഹദീസ് ഉസാമ ബിൻ സെയ്ദ് ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരും, ഫയുൽഖാ ഫിന്നാർ, അവനെ നരകത്തിലേക്ക് എറിയും, ഫതൻദലിഖു അഖ്താബു ബത്നിഹി ഫയദൂറു ഫിന്നാരി കമാ യദൂറുൽ ഹിമാറു ബിറഹാ, അവന്റെ കുടൽമാലകളെല്ലാം പുറത്ത് വന്നിട്ട് അതിനു ചുറ്റും ഈ കഴുത ചക്കിന് ചുറ്റും ആട്ടുന്നത് പോലെ, എണ്ണയെല്ലാം ആട്ടുന്നതിന് കറങ്ങുന്നത് പോലെ അവൻ അതിനു ചുറ്റും കറങ്ങുന്നുണ്ടാകും. ഫയതൂഫു ബിഹി അഹ്ലുന്നാർ, അങ്ങനെ നരകാവകാശികൾ അവന്റെ ചുറ്റും വന്നു നിൽക്കും. ഫയഖൂലൂൻ, അവർ പറയും, യാ ഫുലാൻ മാ അസ്വാബക്, നരകാവകാശികൾ ഇയാളെ കാണുമ്പോൾ ചോദിക്കും, ഏ മനുഷ്യ, നിനക്ക് എന്താണ് പറ്റിയത്? അലം തകുൻ തഅ്മുറുനാ ബിൽ മഅറൂഫ് വതൻഹാനാ അനിൽ മുൻകർ, നീ ഞങ്ങളോട് നന്മ കൽപ്പിക്കുന്നവനായിരുന്നില്ലേ, ഞങ്ങളോട് തിന്മ വിരോധിക്കുന്നവനായിരുന്നില്ലേ? ഫയഖൂൽ, അപ്പോൾ വ്യക്തി പറയും, കുൻതു ആമുറുക്കും ബിൽ മഅറൂഫി വലാ ആതി, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷെ ഞാനത് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല. വഅൻഹാകും അനിൽ മുൻകരി വആതി, ഞാൻ നിങ്ങളോട് തിന്മ വിരോധിച്ചിരുന്നു, പക്ഷെ ആ തിന്മകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിരുന്നു എന്ന് പറയും. വളരെയധികം ഭയപ്പെടുന്ന, പ്രത്യേകിച്ച് ഉലമാക്കളെയും ദുആത്തുകളെയും ദായിമാരെയും ജനങ്ങളോട് വഅദ് നടത്തുന്നവരെയും നാം ഓരോരുത്തരും, എല്ലാ മുസ്ലിമും എന്താണ്, ഇസ്ലാമിന്റെ ദായിയാണ്, അവന്റെ മേലെയുള്ള ബാധ്യതയാണ് ദഅവത്ത്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത്. ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണത്. അത് ചെയ്യുന്ന ഓരോരുത്തരും സ്വന്തത്തോട് ഭയപ്പാടോടുകൂടി ചോദിക്കേണ്ട ഒരു ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. وذكر الإمام أحمد من حديث أبي رافع قال مر رسول الله صلى الله عليه وسلم بالبقيع, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയയിലൂടെ നടക്കുകയാണ്. ഫഖാല, അതിനിടയിൽ പറഞ്ഞു, ഉഫില്ലക് ഉഫില്ലക്, നിനക്ക് നാശം എന്നുള്ള നിലക്ക് വാക്കുകൾ പറഞ്ഞു. ഫളനൻതു അന്നഹു യുരീദുനി, ഹദീസ് ഉദ്ധരിക്കുന്ന അബി റാഫി പറയുകയാണ്, ഞാൻ വിചാരിച്ചത് എന്നെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, നിന്നെ പറ്റിയല്ല, വലാകിൻ ഹാദാ ഖബ്റു ഫുലാനിൻ, ഈ ഖബർ ഇന്നാലിന്ന വ്യക്തിയുടെയാണ്. ബഅസ്തുഹു സാഇയൻ അലാ ആലി ഫുലാനിൻ, ഇന്നാലിന്ന ആൾക്കാരുടെ സകാത്ത് പിരിക്കാൻ വേണ്ടി ഇയാളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഫഗല്ല നമിറതൻ ഫദുർദിഅ അൽആന മിസ്ലഹാ മിൻ നാർ, ആ സകാത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അവൻ ചില വസ്തുക്കൾ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചില പുതപ്പോ ചില സാധനങ്ങളോ അവൻ അവന്റേതായിട്ട് എടുത്തു. അത് സകാത്തിന്റെ വകുപ്പിലേക്ക് കൊണ്ടുവന്ന് തന്നില്ല. അതുകൊണ്ട് അവൻ ആ നരകത്തിന്റെ ശിക്ഷ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ നിഅയ്മുകളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അത് നമ്മുടെ മരണം മുതൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നതാണ്. وفي مسنده أيضا من حديث أنس بن مالك قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, مررت ليلة أسري بي على قوم, ഇസ്രാ മിറാജ് യാത്രയിൽ, ഇസ്രായിന്റെ യാത്രയിൽ ഞാനൊരു സമൂഹത്തിന്റെ അടുക്കിലൂടെ പോയി. തുഖറു ശിഫാഹുഹും ബിമഖാരീർ മിൻ നാർ, നരകത്തിൽ നിന്നുള്ള കത്രികകൾ കൊണ്ട്, അല്ലെങ്കിൽ തീയിന്റെ കത്രികകൾ കൊണ്ട് അവരവരുടെ ചുണ്ടുകൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു മൻ ഹൗലായി, അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരാരാണെന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുതബാഉം മിൻ ഉമ്മതിക മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ നിങ്ങളുടെ ഉമ്മത്തിലുള്ള ഖുതബാക്കളാണവർ, ഖതീബുമാരാണവർ, പ്രസംഗിച്ചിരുന്നവരാണവർ. കാനൂ യഅ്മുറൂന അന്നാസ ബിൽ ബിർരി വയൻസൗന അൻഫുസഹും, അവർ ജനങ്ങളോട് പുണ്യത്തെക്കുറിച്ച് കൽപ്പിക്കുമായിരുന്നു, നന്മകളെക്കുറിച്ച് കൽപ്പിക്കുമായിരുന്നു, തിന്മകൾ വിരോധിക്കുമായിരുന്നു. പക്ഷെ അവരെ സ്വന്തത്തിൽ അവരത് മറന്നു. അഫലാ യഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം വളരെയധികം ചിന്തിക്കേണ്ട ഹദീസുകളാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറച്ചു വെക്കാം, അള്ളാഹു അറിയാതെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആരെല്ലാം അറിഞ്ഞില്ലെങ്കിലും ആരെല്ലാം കണ്ടില്ലെങ്കിലും ആളുകൾ നമ്മെക്കുറിച്ച് നല്ലത് വിചാരിച്ചാലും അള്ളാഹുവിന് മുമ്പിൽ അത് പ്രകടമാകും. വഫീഹി അയ്ളൻ മിൻ ഹദീസിഹി, മറ്റൊരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഉരിദ ബി مررت بقوم لهم أظفار من نحاس يخمشون بها وجوههم وصدورهم. ഞാൻ ഇസ്രാ മിറാജ് യാത്രയിൽ തന്നെ ഈ ഇരുമ്പിന്റെ അതുപോലെ ഉള്ള നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖവും നെഞ്ചും വലിച്ചു കയറുന്ന ചില ആളുകളെ കണ്ടു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ധാരാണ് ജിബ്രീൽ. فقال, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലാഇ الذين كانوا يأكلون لحوم الناس ويقعون في أعراضهم, ഇവർ ജനങ്ങളുടെ പച്ച ഇറച്ചി തിന്നിരുന്ന, അവരുടെ അഭിമാനം പിച്ചി ചീന്തിയിരുന്ന, അവരെ കുറിച്ച് ഗീബത്തുകളും നമീമത്തുകളും പറഞ്ഞു നടന്നിരുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. അപ്പൊ തിന്മകൾ എന്നുള്ളതിന് ശിക്ഷ അള്ളാഹു വിധിച്ചിട്ടുള്ളതാണ്. അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ശിക്ഷകളുണ്ട്. അപ്പൊ ഒരാൾക്ക് എങ്ങനെയാണ് തിന്മകളിൽ മുഴുകിക്കൊണ്ട് അള്ളാഹു പുറത്തു വരും, അള്ളാഹുവിന്റെ പാപമോചനം വിശാലമാണ്, അള്ളാഹു കാരുണ്യവാനാണെന്ന് പറഞ്ഞിട്ട് ആ തിന്മയിൽ മുഴുകാൻ സാധിക്കുക, അതിൽ തുടരാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയവർക്ക് തിന്മകൾ ഒഴിവാക്കൽ എളുപ്പമായിരിക്കും. വഫീഹി അയ്ളൻ അൻഹു ഖാല കാന النبي صلى الله عليه وسلم يكثر ان يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി പറഞ്ഞിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, കൽബുകളെ മാറ്റിമറിക്കുന്നവനെ, ഞങ്ങളുടെ കൽബിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൽബിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറയാറുണ്ടായിരുന്നു. ആരാണ് പറയുന്നത് ആലോചിക്കണം. ലോകത്തുള്ള മനുഷ്യന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യന്മാർ വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള, ഏറ്റവും കൂടുതൽ യഖീനുള്ള, സ്വർഗനരകങ്ങളെ കണ്ടിട്ടുള്ള, അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്, എന്റെ കൽബിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ഫഖുൽന, അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക് വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ, നിങ്ങളിൽ വിശ്വസിച്ചു, നിങ്ങൾ കൊണ്ടുവന്നതിലും വിശ്വസിച്ചു, എന്നിട്ടും ഞങ്ങളുടെ മേലെ നിങ്ങൾ ഭയപ്പെടുകയാണോ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നഅം, അതെ, ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബിഐനി മിൻ അസാബിഇല്ലാ യുഖല്ലിബുഹാ കൈഫ ശാഅ, തീർച്ചയായിട്ടും കൽബുകൾ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അള്ളാഹു അത് ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിക്കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അള്ളാഹുവിനോട് സബാത്തിനെ ചോദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്തിഖാമത്തിനെ ചോദിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വഫീഹി അയ്ളൻ അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിജിബ്രീൽ, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലി ലം അറ മീകാഈല ളാഹികൻ ഖത്തു, ഞാൻ എന്തുകൊണ്ടാണ് മീകായിലിനെ ഇതുവരെ ചിരിക്കുന്നവനായിട്ട് കാണാത്തത്? മുഖത്തെപ്പോഴും ഭയപ്പാടവും ദുഃഖവുമായിട്ട് കാണുന്നത് എന്താണ്? ഖാല മാ ളഹിക മുൻദു ഖുലിഖത്തിൻ നാർ, നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ മീകായിൽ എന്ത് ചെയ്തിട്ടില്ല? ചിരിച്ചിട്ടില്ല എന്ന് പറയാം. അത്രയും ഭയാനകമായിട്ടുള്ള, അത്രയും ഗൗരവമായിട്ടുള്ള ശിക്ഷകൾ നരകത്തിലുണ്ട്. പല ആളുകളും, നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ കാലദൈർഘ്യം, ദീനിലുള്ള ജീവിതം, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നത് കാലം കൂടുന്നതിനനുസരിച്ച് നമുക്ക് സംഭവിക്കുന്ന വലിയ അബദ്ധമാണ് അള്ളാഹുവിന്റെ പ്രതീക്ഷ. ആദ്യകാലത്ത് എന്തുണ്ടാവും? ഇപ്പൊ നമ്മൾ ഒരു ജഹാലത്തിൽ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് മാറുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും എല്ലാം ഉണ്ടാകും. പിന്നെ അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ ആശ്രയിച്ച് പിശാച് എന്ത് ചെയ്യും? ഹുറൂറിലാക്കി കളയും, കബളിപ്പിക്കും. അവൻ തിന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ് എന്ന് പറഞ്ഞ് അവനെ ആ തിന്മയിൽ മുഴുകിപ്പിക്കുന്ന, ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ പിശാച് അവൻ ഈ ഒരു ചിന്ത അവനെ അതിൽ കുടുക്കിക്കളയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ശിക്ഷ എന്തായിട്ടില്ല?
ആ ഹദീസുകൾ അവിടെയുണ്ട്, ആ ആയത്തുകൾ അവിടെയുണ്ട്, അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി നരകത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ നിഅമത്തുകൾ മനസ്സിലാക്കുന്ന ഒരു ഹദീസാണ് ഫി സഹീഹ് മുസ്ലിം അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്താ ബിഅൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാർ. ദുനിയാവിലെ ഏറ്റവും നിഅമത്ത് ലഭിച്ച, ഏറ്റവും സുഖസൗകര്യം ലഭിച്ച ആളെ നാളെ നരകത്തിന്റെ അടുക്കൽ കൊണ്ടുവരും. ഫയുസ്ബഗു ഫിന്നാരി സുബ്ഗതൻ. എന്നിട്ട് എന്ത് ചെയ്യും? നരകത്തിലേക്കൊന്നു പ്രവേശിപ്പിക്കും, അപ്പൊ തന്നെ എടുക്കും. നരകത്തിലേക്കൊന്ന് പ്രവേശിപ്പിച്ച് അപ്പൊ തന്നെ പുറത്തേക്ക് എടുക്കും. തുമ്മ യുഖാലു ലഹു. എന്നിട്ട് അവനോട് ചോദിക്കപ്പെടും, ഇബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു. മനുഷ്യ, നീ ഇതുവരെ എന്തെങ്കിലും ഖൈർ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു. നിനക്ക് വല്ല നിഅമത്ത് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ദുനിയാവിലെ എല്ലാവിധ അനുഗ്രഹം ലഭിച്ച ആളാണ്, എല്ലാവിധ അനുഗ്രഹം ലഭിച്ച ആളാണ്. അയാളോട് അയാൾ നരകത്തിലൊന്ന് കയറ്റിട്ട് പുറത്തെടുത്തിട്ടുള്ളൂ. എന്നിട്ടായി ചോദിക്കുന്നത്. ഫയഖൂൽ, അയാൾ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, റബ്ബേ ഇല്ല. വയുഅ്താ ബി അശദ്ദിൻ നാസി ബുഅ്സൻ. അങ്ങനെ രണ്ടാമതൊരാളെ കൊണ്ടുവരും. അതായത് ആലോചിച്ച് നോക്കണം, അതായത് മനുഷ്യന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ചെറുവിരലിൽ ഒരു മുറി ഉണ്ടായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെന്ന് വിചാരിക്കുക. അതേസമയം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ മൊത്തമായിട്ട് വേറെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ അറിയില്ല. പിന്നെ അറിയാൻ എന്താണ്? ഈ വലിയ വേദനയായിരിക്കും. അതുപോലെ ദുനിയാവിലെ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ച് എല്ലാ സുഖസൗകര്യം ഉണ്ടായിട്ട് ജീവിച്ചൊരു വ്യക്തി നരകത്തിലൊരു നിമിഷം കൊണ്ട് അവൻ അതെല്ലാം മറന്നു. അതിനേക്കാളെല്ലാം അവന് വേദനയുള്ളതും അവന് ഭയപ്പാടുണ്ടാക്കുന്നതും നരകത്തിലെ ഒരു നിമിഷമായിരിക്കും. അതാണ് നരകത്തിന്റെ ഭയാനകത. എന്നിട്ട് പറയാണ്, ദുനിയാവിൽ ഏറ്റവും നരകിച്ച് ജീവിച്ച, പരീക്ഷണങ്ങൾ അനുഭവിച്ച, കഷ്ടപ്പാടുകൾ അനുഭവിച്ച ആളെ സ്വർഗത്തിനടുക്കൽ കൊണ്ടുവരും. ഫയുസ്ബഗു ഫിൽ ജന്നതി സുബ്ഗതൻ. അവനെ സ്വർഗത്തിലേക്ക് ഒന്ന് പ്രവേശിപ്പിച്ച് പുറത്തേക്ക് എടുക്കും. ഫയുഖാലു ലഹു. അവനോട് ചോദിക്കും, യബ്ന ആദം, മനുഷ്യ, ഹൽ റഅയ്ത ബുഅ്സൻ ഖത്തു ഹൽ മർറ ബിഖശിദ്ദത്തിൻ ഖത്തു. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ, ഞെരുക്ക് അനുഭവിച്ചിട്ടുണ്ടോ? ഫയഖൂൽ, അയാൾ പറയും, ലാ വല്ലാഹി യാ റബ്ബി, ഇല്ല റബ്ബേ, മാ മർറ ബി ബുഅ്സൻ ഖത്തു വലാ റഅയ്തു ശിദ്ദത്തിൻ ഖത്തു. ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, ഒരു ഞെരുക്കും കണ്ടിട്ടില്ല. രാവിലെ അങ്ങേയറ്റം അനുഭവിച്ച ആളായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ ഒരു നിമിഷം കൊണ്ട് ആ ഞെരുക്കവും ബുദ്ധിമുട്ടുകളെല്ലാം അയാൾ മറന്നുപോകും. മറ്റൊരു ഹദീസ്, വളരെ സുദീർഘമായിട്ടുള്ള, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹദീസാണ്. പക്ഷെ നമ്മൾ നമ്മുടെ മരണശേഷമുള്ള ജീവിതം എന്തായിരിക്കും എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിന്, ചിന്തിക്കുന്നതിന് വീണ്ടും വായിക്കേണ്ട ഒരു ഹദീസാണ്. വഫിൽ മുസ്നദ്, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള, വേറെയും പല കിതാബുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. മിൻ ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖറജ്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസതി റജുലിൻ മിനൽ അൻസാർ. അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ജനാസയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. ഫൻതഹൈനാ ഇലൽ ഖബ്രി വലമ്മാ യുൽഹദ്. അങ്ങനെ ഖബറിനടുക്കലെത്തി ആ ഖബറിലേക്ക് ആ ശരീരം വെച്ച് കഴിഞ്ഞ് മറമാടി കഴിഞ്ഞപ്പോൾ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗലഹു കഅന്ന അലാ റൂസിനാ അത്വൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ ഇരുന്നു. അപ്പോൾ സഹാബികൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമായിട്ട് ഇരുന്നു. എത്രത്തോളം നിശബ്ദതയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നിപ്പോവും ഞങ്ങളുടെ മേലെ പക്ഷി വന്നിരുന്നാൽ പോലും അത്രത്തോളം ആ പക്ഷി പാറിപ്പോവില്ല, അത്രത്തോളം ചലനമില്ലാതെ ശ്രദ്ധയോട് കൂടി ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ എന്തോ ഒരു കമ്പുണ്ട്, അതുകൊണ്ട് നിലത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് തല ഉയർത്തി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ മർറതൈൻ ഔ സലാസൻ. 2-3 തവണ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയ വഇഖ്ബാലി മിനൽ ആഖിറ. ഒരടിമ അവൻ ദുനിയാവിൽ നിന്ന് വിട്ട് പരലോകത്തിലേക്ക് പോകുമ്പോൾ, അഥവാ മരണപ്പെടുന്ന സമയത്ത്, നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ ബീദുൽ വുജൂഹ്. മുഖത്ത് പ്രസന്നതയുള്ള, പ്രകാശം നിറഞ്ഞിട്ടുള്ള ചില മലക്കുകൾ ഇറങ്ങും, ആകാശത്ത് ഇറങ്ങും. കഅന്ന വുജൂഹഹും അശ്ശംസ്. അവരുടെ മുഖം സൂര്യനെ പോലെയായിരിക്കും, തിളക്കം. മഅഹും കഫ്നുൻ മിൻ അക്ഫാനിൽ ജന്ന. അവരുടെ അടുക്കൽ പിന്നെ മുഅ്മിനായ അടിമയുടെ കാര്യമായിട്ട് പറയുന്നത്, മുഅ്മിനായ അടിമയുടെ അവരുടെ അടുക്കൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ തുണികൾ ഉണ്ടാവും. ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളും ഉണ്ടാകും.
ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ, കണ്ണെത്താവുന്ന ദൂരത്ത് ഈ മലക്കുകൾ വന്നിരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, എന്നിട്ട് ആ മുഅ്മിനായ അടിമയുടെ തലയുടെ ഭാഗത്ത് നിൽക്കും. അഥവാ മലക്കുൽ മൗത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ അടിമയുടെ റൂഹിനെ എടുക്കുക എന്നുള്ളതാണ്. റൂഹ് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള മലക്കുകൾക്ക് നൽകും. അപ്പോ സ്വർഗത്തിൽ നിന്നുള്ള മലക്കുകൾ സ്വർഗത്തിലുള്ള കഫൻ തുണിയുമായി അതുപോലെ സുഗന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുഅ്മിനായ അടിമ മരിക്കുന്നതിന്റെ മുമ്പ് കണ്ണെത്താവുന്ന ദൂരത്ത് വന്ന് നിൽക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് വരുന്നത്, മലക്കുൽ മൗത്ത് തലഭാഗത്ത് വന്ന് നിൽക്കും ഈ അടിമയുടെ. ഫയഖൂൽ ഉഖ്റുജി അയ്യതുഹ അൻ-നഫ്സുൽ മുത്മഇന്ന, എന്നിട്ട് ആ മുഅ്മിനായ അടിമയോട് റൂഹിനോട് പറയും, നീ പുറത്തേക്ക് വാ, മുത്മഇന്നത്തായ അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചിട്ടുള്ള റൂഹേ നീ പുറത്തേക്ക് വാ. ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും നീ പുറത്തു വാ. ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫീ സിഖാ ഫയഖുദുഹാ, അങ്ങനെ ഒരു വെള്ളം ഒരു ജഗ്ഗിൽ നിന്നൊഴിച്ചാൽ വരുന്നത് പോലെ എത്ര സുഗമമായിട്ടാണോ വരുന്നത് അതുപോലെ ആ റൂഹ് പുറത്തേക്ക് വരും. ആ മലക്കുൽ മൗത്ത് ആ റൂഹിനെ എടുക്കും. ഫൈദാ ഖദഹാ ലം യദഉഹാ ഫീ യദിഹി ത്വർഫത ഐനിൻ ഹത്താ യഖുദൂഹാ, അത് എടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരം മാത്രമേ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഫയജഅലൂഹാ ഫീ ദാലികൽ കഫനി വഫീ ദാലികൽ ഹനൂത്ത്, എന്നിട്ട് ആ സ്വർഗത്തിലെ മലക്കുകൾ കൊണ്ടുവന്ന ആ കഫൻ തുണിയിലും അതുപോലെ ആ സുഗന്ധത്തിലും എല്ലാം ആയിക്കൊണ്ട് ആ റൂഹിനെ വെക്കും. വയഖ്റുജു മിൻഹാ കഅത്വയബി നഫ്ഹത്തിൻ മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്, ആ പിന്നെ ഏറ്റവും നല്ല സുഗന്ധത്തോടു കൂടി ഏറ്റവും നല്ല ഇതിൽ അത് പോകും. ഫയസ്ഉദൂന ബിഹാ, മലക്കുകൾ ആ റൂഹിനെ കൊണ്ട് ഉയരും. ഫലാ യമറുന ബിഹാ അലാ മലഇൻ മിൻ മലായികത്തി സമാ ഇല്ലാ ഖാലു, അങ്ങനെ ആകാശത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ മലക്കുകൾ ചോദിക്കും, മാ ഹാദിഹി റൂഹു ത്വയ്യിബ, എന്താണ് ഈ ത്വയ്യിബായിട്ടുള്ള റൂഹ്, ആരുടെയാണ്, എന്താണ് ചോദിക്കും. ഫയഖൂലൂൻ ഫുലാൻ ഇബ്നു ഫുലാൻ, അപ്പോൾ പറയും ഇന്നാൽ ഇന്ന ആളുടെയാണെന്ന് പറയും. ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ അവന് വിളിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല പേരുകൊണ്ട് അവനെ വിളിക്കപ്പെടും. ഹത്താ യൻതഹു ബിഹാ ഇല സമാഇ ദുനിയ, അങ്ങനെ ആകാശ ലോകത്തേക്ക് കയറും. ഫയസ്തഫ്തിഹൂന ലഹു ഫയഫ്തഹു ലഹു ഫയുശയ്യിഉ മിൻ കുല്ലി സമാഇൻ മുഖറബുഹാ ഇല സമാഇ അല്ലതി തലീഹാ, ഓരോ ആകാശത്തിലും ഇതുപോലെ ചോദിക്കുകയും അവര് പിന്നെ തുറന്നു കൊടുക്കുകയും എല്ലാം ചെയ്യും. ഹത്താ യുൻതഹാ ബിഹി ഇല സമാഇ സാബിഅ, അങ്ങനെ ഏഴാമത്തെ ആകാശത്തിലെത്തും. ഫയഖൂലു അല്ലാഹു ചോദിക്കും, ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എന്റെ ആ അടിമയുടെ കിതാബ് രേഖപ്പെടുത്താൻ പറയും. ഇല്ലിയീൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത മുഅ്മിനീങ്ങളുടെ പേര് രേഖപ്പെടുത്തുന്ന രേഖയാണ് ഇല്ലിയീൻ, അതിൽ രേഖപ്പെടുത്താൻ പറയും. വഈദൂഹു ഇലൽ അർദ്, എന്നിട്ട് ഭൂമിയിലേക്ക് ആ റൂഹിനെ മടക്കാൻ പറയും. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും, ഞാൻ അവരെ അവിടെ നിന്നാണ് സൃഷ്ടിച്ചത്. വഫീഹാ ഉഈദുഹും, അതിലേക്കാണ് മടക്കുന്നത്. വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റ, ഞാൻ ഒന്നുകൂടി അവരെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അല്ലാഹു പറയും. ഖാല ഫതുആദു റൂഹുഹു ഇലൽ അർളി ഫയഅതീഹി മലകാൻ, അങ്ങനെ ആ റൂഹിനെ തിരിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയക്കും. അവിടെ രണ്ട് മലക്കുകൾ വരും ഖബറിൽ. ഫയുജ്ലിസാനി ഫയഖൂലാൻ, എന്നിട്ട് അവിടെ ഇരുത്തി ഈ രണ്ട് മലക്കുകൾ അയാളോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബ് എന്താണ് ചോദിക്കും. ഫയഖൂലു റബ്ബി അല്ലാഹ്, അവൻ പറയും എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഫയഖൂലാനി ലഹു മാ ദീനുക, പിന്നെ ചോദിക്കും നിന്റെ ദീൻ എന്താണ്. ഫയഖൂലു ദീനി അൽ ഇസ്ലാം, എന്റെ ദീന് ഇസ്ലാമാണെന്ന് പറയും. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും, എന്ന് ചോദിക്കും ആരാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണ്. ഫയഖൂൽ ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹ്, അവർ പറയും മുഹമ്മദ് റസൂലുള്ളാഹിയാണെന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലാനി ലഹു വമാ ഇൽമുക, എന്താണ് നിന്റെ ഇൽമ്, എന്താണ് നിന്റെ അറിവ് എന്ന് ചോദിക്കും. ഫയഖൂൽ ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, അല്ലാഹുവിന്റെ കിതാബ് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, അത് വിശ്വസിച്ചു, അതിനെ സത്യപ്പെടുത്തി. ഫയുനാദി മുനാദിൻ മിനസ് സമാഇ അൻ സദഖ അബ്ദി, അപ്പോൾ ആകാശത്ത് നിന്ന് വിളിച്ചു പറയും ആ അടിമയെ സത്യപ്പെടുത്താൻ, അടിമ പറഞ്ഞ സത്യമാണെന്ന്. ഫഅഫ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിക്കാനും സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രം ധരിപ്പിക്കാനും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കാണിച്ചു കൊടുക്കാനും പറയും. ഖാല ഫയഅതീഹി മിൻ റൂഹിഹാ വതീബിഹാ വയുസ്ഹലു മിൻ ഖബ്രി മദ്ദ ബസ്രിഹി, അങ്ങനെ ആ റൂഹുമായിട്ട് അവരവിടെ ആ സ്വർഗ്ഗത്തിൽ ആ ഖബറിൽ ഉണ്ടാകും. ഖാല, എന്നിട്ട് പറയാണ് വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹ്, എന്നിട്ട് ഈ മുഅ്മിനായ ആളുടെ ഖബറിലേക്ക് നല്ല പ്രസന്നതയുള്ള മുഖമായിട്ട് ഒരാൾ വരും. വഹസന സിയാബ് വതയ്യിബുർ റീഹ്,
നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധത്തോടുകൂടി ഒരാൾ വരും. ഫയഖൂൽ, എന്നിട്ട് പറയും അബ്ശിർ ബില്ലദീ യസുറുക് ഹാദാ യൗമുക അല്ലദീ കുൻത തുഅദ്, നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം കൊണ്ട് നീ സന്തോഷിക്കുക, ഇന്നേ ദിവസമാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം. ഫയഖൂലു ലഹു, അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മുഅ്മിനായ അടിമ ചോദിക്കും മൻ അൻത, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹു അല്ലദീ യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം ഖൈർ കൊണ്ടുവരുന്ന ഒരാളുടെ മുഖം പോലെയാണല്ലോ. ഫയഖൂൽ അന അമലുക സ്സാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണെന്ന് പറയും, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് പറയും. ഫയഖൂലു റബ്ബി അഖ്മിസ്സാഅ റബ്ബി അഖ്മിസ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി. അപ്പോൾ ഈ അടിമ പറയും, റബ്ബേ എത്രയും പെട്ടെന്ന് അന്ത്യനാളാക്കണം, എത്ര പെട്ടെന്ന് അന്ത്യനാളാക്കണം, എനിക്ക് എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും എല്ലാം മടങ്ങാൻ, എന്റെ സൗകര്യങ്ങളിലേക്കെല്ലാം മടങ്ങാൻ വേണ്ടി. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് മുഅ്മിന്റെ അവസ്ഥ. മുഅ്മിനായ ഒരടിമയുടെ റൂഹ് പിടിച്ച് അവന്റെ ഖബറിൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്നൽ അബ്ദൽ കാഫിർ ഇദാ കാന ഫി ഇൻഖിതാഇ മിന ദുനിയ വ ഇഖ്ബാലി മിനൽ ആഖിറ, ഒരു കാഫിറാണ് മരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നസല ഇലൈഹി മലായികത്തും മിനസ് സമാ സൂദുൽ വുജൂഹി മഅഹുൽ മസൂഹ് ഫയജ്ലിസൂന മിൻഹു ബദ്ദൽ ബസർ, അവര് ഏറ്റവും വെറുക്കപ്പെടുന്ന മുഖവുമായിട്ട് അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് വരും. ആ മരിക്കുന്ന സമയത്ത് കാഫിറിന്റെ കണ്ണെത്തുന്ന ദൂരത്ത് അവർ വന്നു നിൽക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത് ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, എന്നിട്ട് മലക്കുൽ മൗത്ത് വന്ന് അയാളുടെ തലഭാഗത്ത് നിൽക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും അയ്യതുഹൻ നഫ്സുൽ ഖബീസ, മ്ലേച്ഛമായിട്ടുള്ള നഫ്സേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബ്, അല്ലാഹുവിൽ നിന്നുള്ള കോപത്തിലേക്കും അല്ലാഹുവിൽ നിന്നുള്ള വെറുപ്പിലേക്കും നീ വരിക. ഖാല ഫതഗ്റഖു ഫീ ജസദിഹി ഫയൻതസിഉഹാ കമാ യുൻസഉ അസ്സഫൂദ് മിന അസ്സൂഫിൽ മുബ്തൽ, ഒരു ഇരുമ്പിന്റെ വേലിയൊക്കെ കിട്ടുമല്ലോ, അതുപോലെയുള്ള ഒരു സാധനം വെള്ളം നനച്ചിട്ടുള്ള പഞ്ഞിക്കെട്ടിന്റെ ഉള്ളിലിട്ടിട്ട് വലിച്ചെടുക്കുമ്പോൾ എങ്ങനെ കീറിപ്പറിഞ്ഞിട്ടാണ് എടുക്കുക, അതുപോലെ ആ റൂഹിനെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അത് എടുത്ത് കുറച്ചു നേരം മലക്കുൽ മൗത്ത് കണ്ണിമ വെട്ടുന്ന നേരെ റൂഹ് എടുക്കുള്ളൂ, നേരെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ മ്ലേച്ഛമായതിലേക്ക് വെക്കും. ഏറ്റവും മോശപ്പെട്ട ഗന്ധായിരിക്കും അയാളെ ഉണ്ടാവുക. അതുകൊണ്ട് ആ മലക്കുകൾ ആകാശത്തേക്ക് ഉയരും. അപ്പൊ അവിടുത്തെ മലക്കുകൾ ചോദിക്കും, മാ ഹാദിഹി റൂഹുൽ ഖബീസ, ഇത് ഏതാണ് ഈ ഖബീസായ റൂഹ്? ഫയഖൂലൂൻ, അവർ പറയും റൂഹ് ഫുലാനിൻ ബിൻ ഫുലാൻ, ഇന്നാൽ ഇന്ന ആളുടെയാണെന്ന് പറയും. ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ് ദുനിയ ഫയുസ്തഫ്തഹു ഫലാ യുഫ്തഹു ലഹു, അവന് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള പേരുകൾ കൊണ്ട് പറയപ്പെടും. അവന് കവാടങ്ങൾ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് തുറക്കുകയില്ല. ثم قرأ رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പാരായണം ചെയ്തു സൂറത്തുൽ അറാഫിലെ 40-ാമത്തെ ആയത്ത്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, അവർക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല കാഫിരീങ്ങൾക്ക്. എന്നിട്ട് പറയാണ്, ഒരു ഉപമ പറയാണ്, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ, ജമൽ എന്നുള്ളതിന് ഒട്ടകം എന്നുള്ള അർത്ഥമുണ്ട്, എന്നാൽ വലിയ കയറ് എന്നുള്ള അർത്ഥമുണ്ട്. ഇതിനോട് യോജിക്കുന്നത് വലിയ കയറ് എന്നുള്ള അർത്ഥമായിരിക്കും, പക്ഷെ പൊതുവെ മലയാളത്തിൽ പരിഭാഷകളിൽ ഒട്ടകം എന്നുള്ളതാണ് കാണുന്നത്. രണ്ടായാലും ഉദ്ദേശം ആ ദ്വാരത്തിലൂടെ ഈ ഒരു വലിയ സാധനം പ്രവേശിക്കാത്തത് പോലെ അവരൊരിക്കലും സ്വർഗത്തിലേക്കും പ്രവേശിക്കില്ല. ഫയഖൂലുല്ലാഹ്, അല്ലാഹു പറയും, ഉക്തുബൂ കിതാബഹു ഫി സിജ്ജീൻ, കാഫിരീങ്ങളുടെ പേര് രേഖപ്പെടുത്തുന്ന സിജ്ജീനിൽ അവന്റെ പേര് രേഖപ്പെടുത്താൻ പറയും. ഫിൽ അർളി സുഫ്ല, ഏറ്റവും നിന്ദ്യമായ ഭൂമിയുടെ അടിത്തട്ടിൽ. ഫതത്റഹു റൂഹു താരിഹൻ, അവന്റെ റൂഹിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയും. സുമ്മ ഖറഅ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു സൂറത്തുൽ ഹജ്ജിലെ 21-ാമത്തെ ആയത്ത്, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു അത്വയ്ർ ഔ തഹ്വി ബിഹി ദീഹു ഫീ മകാനിൻ സഹീഖ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവന്റെ അവസ്ഥ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. വല്ല പക്ഷിയും അത് കൊത്തിയെടുത്തേക്കാം, അല്ലെങ്കിൽ കാറ്റ് അതിനെ തോന്നിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയേക്കാം, അതുപോലെയാണത്. ഫതുആദു റൂഹുഹു ഫീ ജസദി, അവന്റെ റൂഹ് വീണ്ടും ശരീരത്തിലേക്ക് എത്തും. അങ്ങനെ ഖബറിൽ വയഅതീഹി മലകാനി ഫയജ്ലിസാനിഹി, രണ്ട് മലക്കുകൾ വന്ന് അവന്റെ അടുക്കൽ ഇരിക്കും. ഫയജ്ലിസാനിഹി, അവനെ ഇരുത്തും. ഫയഖൂലാൻ, എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ്? ഫയഖൂൽ ഹാ ഹാ, അവൻ പറയും ലാ അദ്രി, എനിക്കറിയില്ല, നിലവിളിച്ചുകൊണ്ട് പറയും. ഫയഖൂലാനി ലഹു മാ ദീനുക്, എന്താണ് നിന്റെ ദീന് ചോദിക്കും. ഫയഖൂൽ ഹാ ഹാ ലാ അദ്രി, നിലവിളിച്ചുകൊണ്ട് എനിക്കറിയില്ല പറയും.
ഫയഖൂലാനി ലഹു മാ ഹാദാ الرجل الذي بعث فيكم, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആളാരാ ചോദിക്കും. ഫയഖൂൽ ഹാ ഹാ ലാ അദ്രി, അറിയില്ല പറയും. ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശത്തോടെ വിളിച്ചു പറയും, അൻ കദബ അബ്ദി, അവൻ കളവാക്കിയവനാണ്. ഫഅഫ്രിശൂഹു മിനന്നാർ വഅൽബിസൂഹു മിനന്നാർ വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, നരകത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിക്കാൻ പറയും അവന്, നരകത്തിൽ നിന്നുള്ള വസ്ത്രം ധരിപ്പിക്കാൻ പറയും അവന്, നരകത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ പറയും. ഫയഅതീഹി മിൻ ഹർരിഹാ വസുമൂമിഹാ വയദീഖു അലൈഹി ഖബ്റുഹു, അവന് അവിടെ ഖബർ ഞെരുങ്ങിയ അവസ്ഥയിലാകും. ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഹു, അവന്റെ വാരിയെല്ലുകൾ കൂടി യോജിക്കുന്ന അവസ്ഥയിലെത്തും. വയഅതീഹി റജുലുൻ ഖബീഹുൽ വജ്ഹി ഖബീഹുസ് സിയാബ് മുൻതിരുർ റീഹ്, എന്നിട്ട് മ്ലേച്ഛമായ ഗന്ധമുള്ള, മോശപ്പെട്ട ഭയപ്പെടുത്തുന്ന മുഖമുള്ള ഒരു മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരാൾ അവന്റെ ഖബറിൽ വരും. ഫയഖൂൽ, എന്നിട്ട് പറയും, അബ്ശിർ ബില്ലദീ യസൂക, നിനക്ക് വേദന ഉണ്ടാക്കുന്ന, ദോഷമുണ്ടാക്കുന്ന കാര്യം ഇതാ, സന്തോഷ വാർത്തയെ അറിയിക്കുകയാണ്. ഹാദാ യൗമുകല്ലദീ കുൻതു തുഅദ്, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത്. ഫയഖൂൽ വമൻ അൻത, അപ്പോൾ ചോദിക്കും, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹുല്ലദീ യജീഉ ബിശ്ശർ, നിന്റെ മുഖം ഷർറ് കൊണ്ടുവരുന്നവനെ പോലെയുണ്ടല്ലോ. ഫയഖൂൽ അന അമലുകൽ ഖബീസ്, പറയും, ഞാൻ നീ ചെയ്ത തിന്മകളാണ്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. ഫയഖൂലു റബ്ബി ലാ തുഖിമിസ് സാഅ, അയാൾ പറയും, റബ്ബേ നീ പിന്നെ അന്ത്യനാളെ ആക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അയാൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഒരു മുഅ്മിനായ ആളുടെ മരണവും ഒരു കാഫിറായ ആളുടെ മരണവും അവന്റെ ഖബറിന്റെ ജീവിതത്തിന്റെ തുടക്കവും പിന്നീടുള്ള സ്വർഗീയ അവസ്ഥയും. കാഫിറാണെങ്കിൽ നരകത്തിന്റെ ശിക്ഷകൾ കണ്ടുകൊണ്ട് അതിന്റെ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയും. ഇത് ഹഖാണ്. ഇത് രണ്ടിലും പറഞ്ഞ ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസമാണിത്, ആ കാര്യമാണിത് എന്ന് ഓരോ മലക്കും അല്ലെങ്കിൽ ആ രൂപത്തിൽ വന്നിട്ടുള്ള അവർ പറയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് ഈ കാര്യങ്ങൾ ഉറ്റാലോചിക്കുകയും മാറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, വഫിൽ മുസ്നദ് അയ്ളൻ അൻഹു ഖാല ബൈനമാ നഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ബസുറ ബിജമാഅത്തിൻ, മറ്റൊരു ദിവസം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ മജ്തമഅ ഹഉലായി, ആ കൂട്ടർ എന്തിനാ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടിരിക്കുന്നത്, അവരെന്തിനാ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? ഖീല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, അലാ ഖബരിൻ യഹ്ഫുറൂനഹു, അവരൊരു ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ന് പറഞ്ഞു. ഫഫാസിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബദറ ബൈന യദി അസ്ഹാബിഹി മുസ്രിഅൻ ഹത്താ ഇൻതഹ ഇലൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ബേജാറായി ഭയപ്പെട്ടിട്ട് വേഗം സ്വഹാബികളുടെ അടുക്കൽ നിന്ന് ഖബറിന്റെ അടുക്കലേക്ക് പോയി. ഫജസാ അലാ റുക്ബതൈ, അവിടെ മുട്ടുകുത്തിയിരുന്നു. ഫസ്തഖ്ബൽതുഹു ബൈന യദൈഹി ലിഅൻദുറ മാദാ യസ്നഅ, സഹാബികൾ പിന്നാലെ പോയി എന്താണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ഫബകാ ഹത്താ ബല്ല ഥറാ മിൻ ദുമൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ആ കണ്ണുനീര് കൊണ്ട് മണ്ണ് നനയുമാറ് കരഞ്ഞു. സുമ്മ അഖ്ബല അലൈന, എന്നിട്ട് ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഖാൽ ഐ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദൽ യൗമ ഫഅഇദ്ദു, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണത്. പലപ്പോഴും ശൈത്താൻ നമ്മളെ ഈ കാര്യങ്ങളെ മറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇതെല്ലാം നമ്മെ ഭയപ്പെടുത്തേണ്ട, നമ്മെ ചിന്തിപ്പിക്കേണ്ട ഹദീസുകളാണ്. അതുപോലെ തന്നെ ഫിൽ മുസ്നദ് മിൻ ഹദീസ് ബുറൈദ ഖാല ഖറജ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫനാദാ 3 മർറാത്ത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് വന്നുകൊണ്ട് 3 തവണ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ് അതദ്റൂന മാ മിസ്ലി വ മസലുക്കും, നിങ്ങൾക്കറിയുമോ എന്റെയും നിങ്ങളുടെയും ഉപമ എന്താണെന്ന് അറിയുമോ, എന്റെയും നിങ്ങളുടെയും ഉപമ എങ്ങനെയാണെന്നറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണ് അറിയുക എന്ന് പറഞ്ഞു. ഫഖാല ഇന്നമാ മസ്ലി വമസലുക്കും മിസ്ലു ഖൗമിൻ ഖാഫു അദുവൻ യഅതീഹിം ഫബഅസു റജുലൻ യതറാഅ ലഹും, എന്റെയും നിന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെയും ഉപമ എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾ അവർ ഭയപ്പെടുന്നുണ്ട് ഏതെങ്കിലും ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുമെന്ന്. അങ്ങനെ ഒരു വ്യക്തിയെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. فأبصر العدو
ഫഅഖ്ബല ലിയുൻദിറഹും, അങ്ങനെ അയാൾ ആ ശത്രുവിനെ കണ്ടു. അങ്ങനെ ഈ ആളുകളെ താക്കീത് ചെയ്യാൻ വേണ്ടി വരികയാണ്. വഖശിയ അയ്യുദ്രികഹുൽ അദുവ്വു ഖബ്ല അയ്യുൻദിറ ഖൗമഹു, ഇത് ഈ നോക്കാൻ പോയ ആള് പേടിക്കുന്നുണ്ട്. ഞാൻ ഇവരെ അറിയിക്കുന്നതിന് മുമ്പേ ആ ശത്രു എങ്ങാനും വരുമോന്ന് പേടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വസ്ത്രം വലിച്ചയച്ചുകൊണ്ട് വരികയാണ്. അയ്യുഹന്നാസ് എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഊതീതും അയ്യുഹന്നാസ് ഊതീതും സലാസ മർറാത്ത്. എന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, അതാ നിങ്ങളുടെ അടുക്കൽ എത്തുന്നുണ്ട്, ശത്രു വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരാളെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്. അതാ നമ്മുടെ നേരെ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള മരണമാവട്ടെ, പരലോകമാവട്ടെ, പിശാചിന്റെ കെണികളാവട്ടെ, ഇതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതാ ആ ശത്രുക്കൾ എത്തിയിട്ടുണ്ട് എന്ന് ഭയപ്പാടോടുകൂടി നമ്മെ അറിയിക്കുന്ന ഒരാളെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ മറ്റ് ചില ഹദീസുകൾ, നരകത്തിലെ ശിക്ഷകൾ പറയുന്ന ചില ഹദീസുകളാണ്. വഫി സഹീഹ് മുസ്ലിം മിൻ ഹദീസ് ജാബിർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുസ്കിരിൻ ഹറാമുൻ വഇന്ന അലല്ലാഹി അഹ്ദൻ ലിമൻ ശരിബൽ മുസ്കിർ അയ്യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. എല്ലാ ലഹരി ഉണ്ടാക്കുന്ന സാധനങ്ങളും എന്താണ്? ഹറാമാണ്. എല്ലാ ലഹരി ഉണ്ടാകുന്ന സാധനം ഹറാമാണ്. അങ്ങനെ ആരെങ്കിലും മദ്യമോ മറ്റോ എല്ലാം കുടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മേലെ അള്ളാഹു ഒരു അഹദായിട്ട്, ഒരു കരാറായിട്ട് ഏറ്റെടുത്തുള്ള കാര്യമാണ് അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന്. അപ്പോ ഖീല വമാ തീനത്തുൽ ഖബാൽ. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്താണ് തീനത്തുൽ ഖബാൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറതു അഹ്ലിന്നാർ. നരകാവകാശികളുടെ വിയർപ്പ് അല്ലെങ്കിൽ നരകാവകാശികളുടെ ചലം, അതുപോലെ അവരുടെ ശരീരത്തിൽ നിന്നുള്ള നീരുകൾ, ഇതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ മദ്യപിക്കുക എന്നുള്ളതും അതുപോലെ ലഹരി ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം വേദനയേറിയ ശിക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വഫിൽ മുസ്നദ് അയ്ളൻ മിൻ ഹദീസ് അബീ ദർറിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. വസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുണ്ട്. അത്തത്തിസ് സമാ വഹഖ ലഹാ അൻ തഇത്ത, ആകാശം ഈ ഒട്ടകത്തിന്റെ മേലെയെല്ലാം ഭാരം കൂടിയിട്ട് ഒരു ശബ്ദമുണ്ടാകും. ആ ശബ്ദത്തിനാണ് അപ്പ എന്ന് പറയാം. അതുപോലെ ഭാരം കാരണത്താൽ ആകാശത്തിന് ഒരു ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ആകാശത്തിന് അത് ഉണ്ടാവേണ്ടതുമാണ്. മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഹ് ഇല്ലാ വഅലൈഹി മലകുൻ സാജിദുൻ, ആകാശത്തിൽ ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല, അവിടെ ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടില്ലാതെ. കാരണം അത്രയും ഭാരം താങ്ങിയിട്ടാണ് ആകാശം നിൽക്കുന്നത്. ലൗ തഅലമൂന മാ അഅലം ലളഹിഖ്തും ഖലീല വലബകൈതും കസീറ, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ വളരെ കൂടുതൽ കരയുമായിരുന്നു. വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുറുഷ്, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ സ്ത്രീകളെ ആസ്വദിക്കുമായിരുന്നില്ല. വല ഖറജതും ഇലസ്സുഉദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് വിളിച്ച് തേടിക്കൊണ്ട് നിങ്ങൾ വിജനമായ പ്രദേശങ്ങളിലൂടെ വഴികളിലൂടെ ഓടി നടക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആലോചിച്ചു നോക്കിയും, അത്രത്തോളം ഭയാനകമാണ് പരലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായിട്ടൊരു കാര്യമായി കഴിഞ്ഞു പോകുന്നതല്ല. പലപ്പോഴും ഇതുപോലെയുള്ള ഹദീസുകളെ നമ്മൾ അവഗണിക്കുക ചെയ്യുന്നത്. നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, നമ്മളെന്തോ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത ആൾക്കാരാണ്, ഈ മരണപ്പെട്ടാൽ മതി, നേരെ സ്വർഗത്തിൽ കയറിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് പല ആളുകളും ഉണ്ടാവുക. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂദർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, വല്ലാഹി ലവദിത്തു അന്നി ശജറത്തുൻ തുഅബദ്, ദ്രവിച്ചു പോകുന്ന ഒരു മണ്ണായിട്ട് ഞാൻ മാറിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം കൊതിക്കുമായിരുന്നു. കാരണം ഉയർത്തെഴുന്നേൽപ്പിക്കാതിരുന്നെങ്കിൽ, ഉയർത്തെഴുന്നേറ്റല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വരെ പല സ്വഹാബികളും ഇതിൽ വരുന്നുണ്ട്. ഇതിനു ശേഷമുള്ള ബാബുകളിൽ പല സ്വഹാബികളും ഇത് പറഞ്ഞിരുന്നു അവരുടെ ഭയം കാരണത്താൽ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഖബറിന്റെ ഞെരുക്കം എന്നുള്ളത്. من حديث جابر وفي المسند أيضا من حديث جابر قال خرجنا مع رسول الله صلى الله عليه وسلم إلى سعد بن معاذ حين توفي. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ ഖബറുമായി ബന്ധപ്പെട്ട് ഖബറടക്കാനെല്ലാം സ്വഹാബികൾ പോവാണ്. സഅദ് ഇബ്നു മുആദ് ശ്രേഷ്ഠനായ സ്വഹാബിയാണ്, അൻസാറുകളുടെ നേതാവാണ്, സയ്യിദാണ്. فلما صلى عليه رسول الله صلى الله عليه وسلم ووضع في قبره وصوي عليه سبح رسول الله فسبحنا طويلا ثم كبر فكبرنا طويلا.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ച് മയ്യത്ത് ഖബറിൽ വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ തസ്ബീഹ് ചൊല്ലി, സഹാബികളും തസ്ബീഹ് ചൊല്ലി, കുറെ തക്ബീർ ചൊല്ലി, സഹാബികളും തക്ബീർ ചൊല്ലി. ഫഖീല യാ റസൂലുള്ളാഹി ലിമ്മ സബ്ബഹ്ത സുമ്മ കബ്ബർത, എന്നിട്ട് ചോദിച്ചു, റസൂൽ എന്തിനാണ് നിങ്ങൾ തസ്ബീഹും തക്ബീറും എല്ലാം ചൊല്ലിയത്? فقال صلى الله عليه وسلم لقد تضايق على هذا العبد الصالح قبره حتى فرج الله عنه. ഈ സ്വാലിഹായ അടിമയുടെ ഖബർ ഒന്ന് ഞെരുങ്ങി, പിന്നെ അല്ലാഹു തആല അത് വിശാലമാക്കി കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഖബർ ഒരു ഞെരുക്കമുണ്ടായിരിക്കും, കാഫിറിന്റെ ഖബറാണെങ്കിൽ അതിൽ നരകത്തിയായിരിക്കും എന്നും മറ്റ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ പരലോകത്ത് മഹ്ശറിലെ വിഷയങ്ങൾ وفي مسند الإمام أحمد مسند التنقانا من حديث أبي أمامة قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم بريانا تدنو الشمس يوم القيامة على قدر ميل. നാളെ പരലോകത്ത് പിന്നെ സൂര്യൻ ഒരു മീൽ ദൂരത്തിൽ അടുത്തിരിക്കും. ഒരു മീൽ എന്നുള്ളത് വഴിദൂരത്തിന്റെ ഒരു മൈലാണോ അതല്ല സുർമക്കോലിന് മീൽ എന്ന് പറയും, അതാണോ എന്നുള്ളതിൽ വ്യത്യാസമുണ്ട്. എന്തായാലും വളരെ അടുത്ത് സൂര്യൻ ഉണ്ടാകും. വയുസാദു ഫി ഹദ്ദിഹാ കദാ വകദാ തഗ്ലി മിൻഹാ അർറൂസ് കമാ തഗ്ലി അൽഖുദൂർ. ഈ പാത്രത്തിൽ വെള്ളം തിളക്കുന്നത് പോലെ തല ഉള്ളത് ഈ സൂര്യന്റെ ചൂടത്താൽ തിളക്കും. യറഖൂന ഫീഹാ അലാ ഖദ്രി ഖതായാഹും, അവരെ തിന്മകളുടെ അളവനുസരിച്ച് അവരെ വിയർപ്പിൽ മുങ്ങിയ അവസ്ഥയിലായിരിക്കും. മിൻഹാ മൻ യബ്ലുഹു ഇലാ ഖഅബൈ, നെരിയാണി വരെ മുങ്ങിയവരുണ്ടാവും. വമിൻഹും മൻ യബ്ലുഹു ഇലാ സാഖൈ, അതിന് മുകളിലേക്ക് ഉണ്ടാവും. വമിൻഹും മൻ യബ്ലുഹു ഇലാ വസതി, പകുതിയോളം വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും. വമിൻഹും മൻ യൽജിമുൽ അറഖ്, അതിൽ മൊത്തം മുങ്ങിപ്പോയ ആളുകളും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെല്ലാം പരലോകത്തുള്ളതാണ്. ഒരിക്കൽ മറ്റൊരു ഹദീസ് കാണാം, വേറെ പിന്നെ ചില ഹദീസുകളിലും ഇതിന്റെ അപകടങ്ങൾ പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് വഫി സഹീഹൈൻ അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുസവ്വരീന യുഅദ്ദബൂന യൗമൽ ഖിയാമ വയുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും. രൂപങ്ങൾ ഉണ്ടാക്കുന്നവരെ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. അവരോട് പറയപ്പെടും, നിങ്ങൾ ഉണ്ടാക്കിയ ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്ന് അവരോട് പറയപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ ആരാണോ, മുഅ്മിനാണോ അൽ കാഫിറാണോ, അതിനനുസരിച്ച് മുഅ്മിനാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും അവന്റെ സ്വർഗത്തിലെ സ്ഥാനം കാണിക്കപ്പെടും. അതുപോലെ രാവിലെയും വൈകുന്നേരവും കാഫിറിന് അവന്റെ നരകത്തിലെ സ്ഥാനവും കാണിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇനി സഹോദരങ്ങളെ, സ്വർഗമാവട്ടെ നരകമാവട്ടെ അത് ഖുലൂദാണ്, അതിന് അവസാനമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കുഫറിലായിക്കൊണ്ടോ ഷിർക്കിലായിക്കൊണ്ടോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും പുറത്താകാത്ത രീതിയിൽ ശാശ്വതമായിട്ട് നരകാവകാശിയാകുന്ന ഒരു അവസ്ഥ, നഊദു ബില്ലാഹ്. ഒരു ഹദീസ് وفيهما ايضا عنه عن النبي صلى الله عليه وسلم صحيح البخاري ومسلم ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇദാ സാറ അഹ്ലുൽ ജന്നതി ഫിൽ ജന്ന, സ്വർഗ്ഗാവകാശികൾ സ്വർഗ്ഗത്തിലായാൽ, വഅഹ്ലുൻ നാരി ഫിൻ നാർ, നരകാവകാശികൾ നരകത്തിലുമായി കഴിഞ്ഞാൽ, എല്ലാവരും പൂർണ്ണമായി സ്വർഗ്ഗത്തിലുള്ളവരൊക്കെ സ്വർഗ്ഗത്തിലുമായി, നരകത്തിലുള്ളവർക്ക് നരകത്തിലുമായി, അങ്ങനെ ആയി കഴിഞ്ഞാൽ ജീഅ ബിൽ മൗതി ഹത്താ യൂഖഫ ബൈനൽ ജന്നതി വൻ നാർ, മരണത്തെ കൊണ്ടുവരും. മരണത്തെ നരകത്തിന്റെയും സ്വർഗത്തിലെയും നടുവിലായി കൊണ്ടുവരും. സുമ്മ യുദ്ബഹു, എന്നിട്ട് മരണത്തെ അറുക്കും, മരണത്തെ ഇല്ലാതാക്കും, മരണം എന്നുള്ള ആ പ്രക്രിയനെ ഇല്ലാതാക്കും. സുമ്മ യുനാദി മുനാദ്, എന്നിട്ട് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, ഏ സ്വർഗാവകാശികളെ, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾക്ക് ശാശ്വതമായ ജീവിതമാണ്, നിങ്ങൾക്കിനി മരണമില്ല. വയാ അഹ്ലൻ നാർ ഖുലൂദുൻ ഫലാ മൗത്ത്, നരകാവകാശികളെ, നിങ്ങൾക്കും ശാശ്വതമായ ജീവിതമാണ്, മരണമില്ല. ഫയസ്ദാദു അഹ്ലുൽ ജന്നതി ഫർഹൻ ഇലാ ഫർഹിം, സ്വർഗാവകാശികൾ ഇത് കേൾക്കുന്നതോടുകൂടി സന്തോഷത്തിന് മേലെ സന്തോഷമായിരിക്കും. വയസ്ദാദു അഹ്ലുൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നിഹിം, നരകാവകാശികൾ ഇത് കേൾക്കുന്നതോടുകൂടി അവരുടെ ദുഃഖത്തിന് മേൽ ദുഃഖമായിട്ടായിരിക്കും അവരുടെ അവസ്ഥ ഉണ്ടാവുക എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, എല്ലാ മേഖലയിലും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾ നോക്കി നോക്കിയും വേറെ ഹദീസ് മുസ്നദിൽ തന്നെ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഇശ്തറാ സൗബൻ ബിഅശ്റതി ദറാഹിം ഫീഹാ ദിർഹമുൻ ഹറാമുൻ, ഒരാൾ ഒരു വസ്ത്രം വാങ്ങുകയാണ്, 10 ദിർഹം കൊടുത്തിട്ടാണ് വാങ്ങുന്നത്,
അതിലൊരൊറ്റ ദിർഹം ഹറാമാണ്. അതിൽ ഒരൊറ്റ ദിർഹം ഹറാമാണ്. ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ മാ ദമ അലൈഹി. ആ വസ്ത്രം അവൻ ധരിക്കുന്നിടത്തോളം കാലം അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. 10 ദിർഹം കൊടുത്തു, അതിൽ 9 ഹലാലാണ്, 1 ദിർഹമാണ് ഹറാമായിട്ടുള്ളത്. ആ വസ്ത്രം ഇട്ടിട്ടുള്ള നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? നിസ്കാരം പാഴാക്കുന്നവന്റെ അവസ്ഥ എന്താണ്? അത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നാളെ പരലോകത്തെ ശിക്ഷകൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ ഇനിയുമുണ്ട്. ഇനി പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ചെറിയ തിന്മകളെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത്. അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അങ്ങോട്ട് വിട്ടുപോയിക്കോളും എന്ന ധാരണ. ഞാൻ വലിയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഒരാളെ കൊല്ലുന്നില്ല, കട്ടെടുക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ചെറിയ ചെറിയ സിനിമകളല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന നിലയ്ക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരാലോചിക്കേണ്ട ഒരു ഹദീസാണ് വഫിൽ മുസ്നദി أيضا من حديث ابن مسعود أن رسول الله صلى الله عليه وسلم قال نبي صلى الله عليه وسلم إياكم ومحقرات الذنوب. നിങ്ങൾ സൂക്ഷിക്കണം, നിസ്സാരമായിട്ടുള്ള തിന്മകൾ നിങ്ങൾ സൂക്ഷിക്കണം. فإنهن يجتمعن على الرجل حتى يهلكنه. അതെല്ലാം അവന്റെ മേലെ ഒരുമിച്ച് കൂടി അവനെ നശിപ്പിക്കും. وضرب لهن رسول الله صلى الله عليه وسلم مثلا. അതിന് ഉപമയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണ്? കമസലി ഖൗമിൻ, ഒരു കൂട്ടം ആളുകൾ നസലു അർള ഫുലാത്തിൻ, വിജനമായ ഒരു പ്രദേശത്ത് ഇറങ്ങുകയാണ്. ഫഹദറ സനീഉൽ ഖൗം, അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, പാചകം ഇതൊക്കെ വേണം, അതിന് നിൽക്കുകയാണ്. ഫജഅല അർറജുലു യൻതലിഖു ഫയജീഉ ബിൽഊദ്. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഓരോ ആളുകൾ പോയിട്ട് ഓരോ വിറകുകൊള്ളികൾ കൊണ്ടുവരാൻ തുടങ്ങി. വറജുലു യജീഉ ബിൽഊദ്, ആ സംഘത്തിൽ ഓരോ ആളുകൾ ഓരോ വിറകുകൊള്ളി കൊണ്ടുവന്നു. ഹത്താ ജമഉ സവാദൻ വഅജ്ജജു നാറൻ, അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ കത്തിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ അതിൽ നിന്ന് വേവിച്ചുണ്ടാക്കി. അതുപോലെയാണ് ചെറിയ പാപങ്ങൾ. ചെറിയ പാപങ്ങൾ കുറെ കൂടുമ്പോൾ അതൊരു വൻപാപത്തിനേക്കാൾ അപകടമുണ്ടാക്കുന്ന അവസ്ഥയിൽ അതിന്റെ അനന്തരഫലത്തിൽ എത്തും. അതുകൊണ്ട് ചെറിയ പാപങ്ങളെ ഒരിക്കലും നിസാരവൽക്കരിക്കുന്ന, അതിനെ അവഗണിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ സഹോദരങ്ങളെ, പരലോകത്തെ ഓരോ ഘട്ടവും ഭയാനകമാണ്. മരണവും ഖബറും പരലോകത്തിന്റെ ഓരോ ഘട്ടങ്ങളും. പരലോകത്തില് വളരെയധികം ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സിറാത്ത് എന്നുള്ളത്. നരകത്തിന് മുകളിലുള്ള സിറാത്ത്. അവസാനമായി നരകാവകാശികളും സ്വർഗാവകാശികളും വേർതിരിയുന്ന ഒരു ഘട്ടമാണ് ഈ സിറാത്തിന് മേലെ കടന്നുപോയിക്കൊണ്ടുള്ളത്. സിറാത്ത് കടന്നുപോയവർ സ്വർഗത്തിലേക്ക് എത്തും, അതല്ല എങ്കിൽ നരകത്തിലാണ് വീഴുക. അത് പറയുന്ന വഫി സഹീഹ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മിൻ ഹദീസ് അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്റബുൽ ജിസ്റു അലാ ജഹന്നം, നരകത്തിന്റെ മേലെ പാലം വെക്കപ്പെടും. ഫഅകൂനു അവ്വല മാ യുജീസ്, ഞാനായിരിക്കും അത് ആദ്യം മറികടന്നു പോവുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വദഅവതു റുസുലി യൗമയിദിൻ, അന്നേ ദിവസം ബാക്കിയുള്ള റസൂലുകളെല്ലാം പറയുന്ന വാക്ക് അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്നായിരിക്കും, സുരക്ഷിതമാക്കണേ. ബിഹി കലാലിബു മിസ്ലു ഷൗക്കി സഅദാൻ, ഒരു പ്രത്യേക ചെടിയെ പോലെയുള്ള മുള്ളുകളും അതുപോലെയുള്ള കാര്യങ്ങളും അതിന് ആ പാലത്തിലുണ്ടാവും. തഖ്തഫുന്നാസ് ബിഅമാലിഹിം, ഓരോ ആൾക്കാരുടെയും കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതവർ കടന്നു പോവുകയും അവരെ പിടികൂടുകയും ചെയ്യുക. فمنهم الموبق بعمله ومنهم المخردل ثم ينجو حتى إذا فرغ الله من القضاء بين العباد. അതിൽ ചില ആളുകൾ അവരുടെ കർമ്മങ്ങളാൽ നശിച്ചു പോകുന്ന, അതിൽ വീണു പോകുന്നവരുണ്ടാകും. ചില ആളുകൾ കുറച്ച് മുറിവേറ്റ് രക്ഷപ്പെടുന്നവരുണ്ടാകും. അതിന് അള്ളാഹു ഒരു തീരുമാനിച്ച പോലെ കാര്യം നടക്കും. വറാദ യുഖ്രിജ മിനൻ നാരി മൻ അറാദ അൻ യർഹമ മിമ്മൻ കാന യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ നരകത്തിൽ ആളുകളായി കഴിഞ്ഞാൽ, വീണ് കഴിഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ചെയ്തിട്ടുള്ള ഈമാനുള്ള ആളുകളെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. അമറൽ മലായികത അയ്യുഖ്രിജൂഹും, മലക്കുകളോട് കൽപ്പിക്കും ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ഉണ്ടായിരുന്ന ആളുകളെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. ഫയഅരിഫൂനഹും ബിഅലാമതി ആഥാരി സുജൂദ്, അവരെ സുജൂദിന്റെ അടയാളങ്ങൾ കൊണ്ട് അറിയപ്പെടും. വഹറമല്ലാഹു അലന്നാർ അൻ തഅകുല മിൻ ഇബ്നി ആദമ അഥറ സുജൂദ്, അല്ലാഹു തആല നരകത്തിന്റെ മേലെ ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് ഒരടിമയുടെ സുജൂദിന്റെ അടയാളങ്ങളെ കത്തിക്കുക എന്നുള്ളത്. ഫയുഖ്രിജൂനഹും ഖദ് തുഹിഷു ഫയുസബ്ബു അലൈഹി മിൻ മാഇൻ യുഖാലു ലഹു മാഉൽ ഹയാത്ത്. അങ്ങനെ നരകത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ കരിഞ്ഞ് കരിക്കട്ട പോലെ ആയിട്ടുണ്ടാവും.
എന്നിട്ട് അവരുടെ മേലെ മാഉൽ ഹയാത്ത് എന്നുള്ള വെള്ളം ഒഴിക്കും. ഫയംബുതൂന നബാതൽ ഹബ്ബതി ഫീ ഹമീലിസ് സൈൽ. അങ്ങനെ അവര് വീണ്ടും പഴയതുപോലെ ചെടി മുളക്കുന്നത് പോലെ അവര് പഴയ പോലെ തന്നെ ആകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഇതെല്ലാം പരലോകത്ത് നടക്കുന്ന നമ്മളെ അധികം ഭയപ്പെടുത്തുന്ന ചിന്തിക്കേണ്ട ഹദീസുകളാണ്. ഇനിയും ചില ഹദീസുകളും അതുപോലെ തന്നെ സ്വഹാബികൾ, അവർ ഏറ്റവും അറിവുണ്ടായിരുന്ന ആളുകൾ, അവർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് നമ്മൾ ആകേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാമാണ് ഇനി വരുന്ന ഭാഗം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.